നമസ്കാരം. മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനത്തിന്റെ പൈലിംഗ് മെഷീൻ ചരിഞ്ഞിരിക്കുകയാണ്. ഈ പൈലിംഗ് മെഷീൻ ചരിഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് ചരിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവഴിയുള്ള ട്രെയിൻ സർവീസ് നടത്താൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗതാഗതം നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും നിലവിൽ ഈ പൈലിംഗ് മെഷീൻ ചരിഞ്ഞിരിക്കുന്നത് നിവർത്താനുള്ള തീവ്ര ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനായിട്ട് ഇപ്പോൾ മണിക്കൂറുകളായി ഈ ഒരു ശ്രമം തുടങ്ങിയിട്ട് ഇപ്പോൾ പുതിയൊരു ഹിറ്റാച്ചി കൂടി എത്തിച്ചിരിക്കുകയാണ്. പൈലിംഗ് മെഷീൻ ഉയർത്താനുള്ള തീവ്ര ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ക്രെയിൻ എത്തിച്ച് ഇത്തരത്തിൽ പൈലിംഗ് മെഷീൻ ഉയർത്താനുള്ള ശ്രമം നടന്നു. അതിനുശേഷം ഹിറ്റാച്ചി എത്തിച്ചിരിക്കുകയാണ്. നിലവിൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്കറിയാവുന്നതുപോലെ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. പ്രേക്ഷകർക്കെല്ലാം തിരുവനന്തപുരത്തോടെ സഞ്ചരിക്കുന്നവർക്കൊക്കെ ഈ കാഴ്ച കാണാവുന്നതാണ്. അതായത് ഈ പൈലിംഗ് മെഷീൻ ഇത്തരത്തിലേക്ക് ഈ ട്രാക്കിലേക്ക് അല്ലെങ്കിൽ ഒന്നാമത്തെ പ്ലാറ്റ്ഫോം ആ ഭാഗത്തേക്ക് ചരിയുന്ന സാഹചര്യം ഉണ്ടായത് ആളപായമോ അല്ലെങ്കിൽ ആളുകൾക്ക് പരിക്കേൽക്കലോ അങ്ങനെയൊന്നും തലനരിക്ക് വലിയൊരു അപകടം ഒഴിവായി പോയി എന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും ഇത് ഉയർത്താനുള്ള ശ്രമമാണ് നിലവിൽ ആ യന്ത്രം ഉയർത്താനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ഈ അപകടം ഇവിടെ ഉണ്ടായത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പുരോഗമിക്കുകയാണ്. അതിനിടയിൽ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ഇത്തരത്തിൽ പൈലിംഗ് മെഷീൻ, അതായത് നിർമ്മാണത്തിലിരുന്ന പൈലിംഗ് മെഷീൻ ആ ഒരു ട്രാക്കിലേക്ക് ചരിയുന്ന സാഹചര്യം ഉണ്ടായത്. ആ സമയം മുതൽ 2 മണിയോ ആ സമയം മുതൽ ഇപ്പോൾ സമയം 3 മണിയായിരിക്കുന്നു. 1 മണിക്കൂറോളം നീണ്ട പരിശ്രമം, പക്ഷെ ഇതുവരെ അത് ഉയർത്താൻ സാധിച്ചിട്ടില്ല. ഇതുവരെ പൈലിംഗ് മെഷീൻ ഉയർത്താനുള്ള ശ്രമങ്ങളൊക്കെ വിഫലമാവുകയായിരുന്നു. കഠിനമായ പരിശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ ഉയർത്താനായിട്ട്. അപ്പോൾ എന്തായാലും എങ്ങനെയാണ് ഇത് ചരിഞ്ഞത് എന്ന ഒരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. എന്തായാലും പൈലിംഗ് യന്ത്രം വൈദ്യുതി ലൈനിൽ തട്ടിയാണ് ഈ പൈലിംഗ് യന്ത്രം നിൽക്കുന്നത് എന്നതും ഏറ്റവും ഗൗരവകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. യന്ത്രം ട്രാക്കിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും അത് വിഫലമായിക്കൊണ്ടിരിക്കുന്നു, പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇതിനായുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനം 1-ാം നമ്പർ റെയിൽവേ ട്രാക്കിലൂടെയുള്ള ആ ഗതാഗതം നിർത്തിവെച്ച സാഹചര്യത്തിൽ അത് യാത്രക്കാർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് എന്നതാണ്. ട്രെയിനുകൾ വൈകും, അപ്പോൾ യാത്രക്കാരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാക്കുന്നുണ്ട് എന്നതും ഏറ്റവും പ്രധാനമാണ്. എന്തായാലും 3 മണിവരെയാണ് ഗതാഗതം നിർത്തിവെച്ചിരിക്കുന്നത്. ഏതാണ്ട് 1 മണിക്കൂർ ഗതാഗതം നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിനിടയിൽ അത് പൈലിംഗ് യന്ത്രം ഉയർത്താൻ സാധിക്കുമെന്ന നിഗമനമായിരുന്നു. പക്ഷെ നിഗമനമൊക്കെ കാറ്റിൽ പറത്തിയാണ് ഇത്തരത്തിൽ ഇതിപ്പോ മണിക്കൂറുകളിലേക്ക് കടക്കുന്നു. ഇപ്പോൾ 2-ാമത്തെ മണിക്കൂറിലേക്ക് കടക്കുന്നു ആ പൈലിംഗ് മെഷീൻ ഉയർത്താനുള്ള ഒരു പരിശ്രമം എന്നതും പ്രധാനം. മറ്റു ട്രാക്കുകളിൽ ഗതാഗതം തടസ്സമില്ലാതെ തന്നെ നടക്കുന്നുണ്ട്. മറ്റു ട്രാക്കുകളിലെ ഗതാഗതം ഒന്നും തടസ്സപ്പെടുത്തിയിട്ടില്ല. പക്ഷെ 1-ാമത്തെ ട്രാക്കിലൂടെയുള്ള ഗതാഗതത്തിന് അല്പം ഒരു തടസ്സം നേരിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നാലും കഠിനമായ പരിശ്രമമാണ് ഈ പൈലിംഗ് യന്ത്രം ഉയർത്താനായി ഇപ്പോൾ നടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് മലയാളി വാർത്താ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. കഠിനമായ പരിശ്രമമാണ്. വിദഗ്ധരടക്കമുള്ളവർ എത്തുന്നുണ്ട്. നിർമ്മാണ തൊഴിലാളികളൊക്കെ അവിടെ കൂടി നിൽക്കുന്നുണ്ട്. എന്തായാലും വലിയൊരു ശ്രമം നടക്കുന്നുണ്ട് അതിനെ ഉയർത്താനായിട്ട്. പ്രത്യേകിച്ച് നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഒരു ഷീറ്റിന്റെ മുകളിലേക്കാണ് ഇത് വീണത്. എങ്കിൽ പോലും അത് തകരാതെ അവിടെ തട്ടി നിൽക്കുകയാണ്. അത് വലിയൊരു അപകടമാണ്. തലനാരിഴയ്ക്ക് ഒഴിഞ്ഞു മാറിപ്പോയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. പ്രത്യേകിച്ച് ഇത്രയും വലിയ ഒരു വസ്തു അല്ലെങ്കിൽ ഇത്രയും പൈലിംഗ് മെഷീൻ പോലുള്ള വലിയൊരു വസ്തുവിലേക്ക് വീഴുമ്പോൾ, ഷീറ്റിലേക്ക് വീഴുമ്പോൾ താങ്ങാനുള്ള ശേഷി ഉണ്ടാകില്ല, തകർന്നു വീഴാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ അത്തരത്തിൽ വലിയ അപകടങ്ങളൊന്നും ഉണ്ടാകാതെ വലിയൊരു അപകടം മാറിപ്പോയി എന്ന് വേണം നമുക്ക് വിശേഷിപ്പിക്കാൻ. എന്തായാലും അതായത് ഇത് തട്ടി നിൽക്കുന്നതിന്റെ താഴെ നമുക്കറിയാവുന്നതുപോലെ തന്നെ അവിടെയൊക്കെ യാത്രക്കാരൊക്കെ ഇരിക്കുന്ന ഇടമാണ്. യാത്രക്കാരൊക്കെ വന്നിരിക്കുന്ന ഒരിടത്തിലാണ് ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഇത് പൈലിംഗ് മെഷീൻ വീണത് എന്നതും ഏറ്റവും ഗൗരവകരമാണ്. എന്തായാലും കഠിനമായ പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പൈലിംഗ് മെഷീൻ ഉയർത്താനായിട്ട്. എന്തായാലും നിലവിൽ പരിശ്രമം അതിന്റെ ദൃശ്യങ്ങളാണ്
അപ്പോൾ നമുക്ക് അതിനകത്ത് കയറാൻ പരിമിതികളുണ്ട്. അതിനകത്ത് മാധ്യമങ്ങൾക്ക് കയറുക എന്നത് വലിയൊരു പരിമിതിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്രയും ദൂരം നിന്ന് ഇത് മാത്രമല്ല നോക്കൂ, അവിടെ മറ്റൊരു ക്രെയിൻ കൂടി എത്തിക്കുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ കൂടി മലയാളി വാർത്ത പ്രേക്ഷകർക്കായി സമർപ്പിക്കുകയാണ്. മറ്റൊരു യന്ത്രവും കൂടി എത്തിക്കുന്നുണ്ട് അതിനെ ഉയർത്താനായിട്ട്. നേരത്തെ ഒരു ക്രെയിൻ അത് ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്, പിന്നാലെ ഒരു ഹിറ്റാച്ചി എത്തിക്കുകയുണ്ടായി. ഇപ്പോൾ വീണ്ടും വേറൊരു മെഷീനും കൂടി അവിടേക്ക് എത്തിക്കുകയാണ് അതിനെ ഉയർത്താനായിട്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എത്ര നേരം എടുക്കുമെന്നത് ഒരു ചോദ്യമായി ഉയരുകയാണ്. ഇത് ഉയർത്തുക എന്നത് ശ്രമകരമാണ് എന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും എത്ര നേരം എടുക്കും ഇത് ഉയർത്താൻ എന്നതും ഒരു ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ്. കഠിനമായ പരിശ്രമമാണ് അത് ഉയർത്താനായി ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ ഈ ഭാഗത്ത് ആണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നടക്കുന്നത്. ഇവിടെ ആയിട്ടാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. ഇതുവഴി നടക്കുന്ന പ്രേക്ഷകർക്കൊക്കെ അറിയാൻ സാധിക്കും. ഈ ഒരു ഭാഗത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്ന ഈ ഭാഗത്ത് പൈലിംഗ് മെഷീനാണ് തകർന്ന് താഴേക്ക് വീണത്. എന്തായാലും ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടിപ്പോൾ മണിക്കൂറുകൾ ഒരുപാടാകുന്നു. ഇതുവരെ ഇത് ഉയർത്താനായിട്ടില്ല. തീവ്രമായ ശ്രമം നടക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ സമയം 4 മണിയായിരിക്കുന്നു. 2 മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ഇപ്പോഴും ആ ഒരു വസ്തു അവിടെ നിന്ന് ഉയർത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴും ആ ഒരു ഉയർത്താനുള്ള, അതായത് പൈപ്പ് ലൈൻ ഉയർത്താനുള്ള ശ്രമം ഒക്കെ പുരോഗമിക്കുകയാണ്. നമുക്ക് പിന്നിൽ ഇപ്പോൾ കാണാവുന്നതാണ്. 3 യന്ത്രങ്ങൾ നിലവിൽ എത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ അത് ഉയർത്തുക എന്നത് ശ്രമകരമായി തന്നെ തുടരുകയാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് എത്രത്തോളം മണിക്കൂറുകൾ 2 പിന്നിടുമ്പോൾ പോലും ഇതുവരെയും അത് ഉയർത്തുക എന്നത് ശ്രമകരമായിട്ടുള്ള അവസ്ഥയിലാണ് നിലവിലായിരിക്കുന്നത്. എന്തായാലും ഇനിയും എത്ര നേരം എടുക്കും എന്നതും ഒരു ചോദ്യമായി തന്നെ ഉയരുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു പൈപ്പിംഗ് ലൈൻ അത് വീണിരിക്കുന്നത് യാത്രക്കാരിരിക്കുന്ന അല്ലെങ്കിൽ യാത്രക്കാർ വിശ്രമിക്കുന്ന ആ ഒരു ഭാഗത്തേക്കാണ് ഇത് വീണിരിക്കുന്നത്. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പറയാനുള്ളത് വലിയൊരു അപകടം തന്നെയാണ് തലനാരിഴയ്ക്ക് ഒഴിവായി പോയതെന്ന് പറയാം. കാരണം അത് ആ ഒരു ഷീറ്റിൽ തട്ടി നിന്നു എന്നതുകൊണ്ട് തന്നെ യാത്രക്കാരുടെ മുകളിലേക്ക് വീഴാതെ അത് തലനാരിഴയ്ക്ക് വലിയ അപകടം ഒഴിവായി എന്ന് നേരത്തെ പറഞ്ഞത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പഴയ കെട്ടിടമൊക്കെ പൊളിച്ചു മാറ്റി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനോടനുബന്ധിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും നമ്മൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ആളപായമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ആളപായമൊന്നും സംഭവിച്ചിട്ടില്ല. ആർക്കും പരിക്ക് പോലും പറ്റാതെ ഈ ഒരു വലിയ അപകടത്തിൽ രക്ഷപ്പെട്ടു എന്നതും ഏറ്റവും ശ്രദ്ധേയം തന്നെയാണ്. എന്തായാലും 2 മണിയോടെ വീണതാണ്. ഇപ്പോൾ മണി 4 ആയിരിക്കുന്നു. 2 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ പോലും അത് ഉയർത്തുക എന്നത് വലിയ ശ്രമകരമായി തന്നെ നിലവിലായിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപാട് നിർമ്മാണ പ്രവർത്തനത്തിനോടനുബന്ധിച്ച് ഒരുപാട് അധികൃതരൊക്കെ എത്തിയിട്ടുണ്ട്, വിദഗ്ധരൊക്കെ എത്തിയിട്ടുണ്ട്, നിർമ്മാണ തൊഴിലാളികളൊക്കെ അവിടെ ഉണ്ട്. പ്രത്യേകിച്ച് നിർമ്മാണ തൊഴിലാളികൾക്ക് ആർക്കും തന്നെ ഒരു അപകടമോ ഈ ഒരു ഒന്നും ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടു എന്ന് നമുക്ക് പറയാവുന്നതാണ്. എന്തായാലും വലിയൊരു അപകടമാണ്. അതായത് ആളപായം ഉണ്ടാകുന്ന തരത്തിലുള്ള വലിയ ഒരു അപകടം. പ്രത്യേകിച്ച് ആ ഒരു വീണ ഭാഗത്തേക്ക് ആളുകളൊക്കെ ഇരിക്കുന്ന, യാത്രക്കാരൊക്കെ ഇരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 1ാം പ്ലാറ്റ്ഫോമിലേക്കാണ് ഇത് വീണിരിക്കുന്നത്. അവിടെ ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ യാത്രക്കാരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഭാഗത്തേക്ക് തന്നെയാണ് ഇത് മറിഞ്ഞു വീണത്. അപ്പോൾ എന്തായാലും വലിയ അപകടമൊന്നും ഉണ്ടാകാതെ ആ ഷീറ്റ് മാത്രം ഒന്ന് പൊട്ടിയിട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് കാണുവാൻ സാധിക്കുന്നത് പോലെ ഷീറ്റിന് മാത്രം ചെറിയൊരു കേടുപാടുണ്ടായി എന്നതിൽ കുറഞ്ഞ് മറ്റ് അപകടങ്ങളിലേക്കൊന്നും നയിക്കപ്പെട്ടില്ല എന്നതും വലിയ ആശ്വാസകരം തന്നെയാണ്. എന്തായാലും
അത് ഉയർത്താനുള്ള തീവ്രമായ പരിശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നു. എപ്പോൾ ഉയർത്താനാകും എന്നതൊരു ചോദ്യം. പ്രത്യേകിച്ച് 2, 3, 4 പ്ലാറ്റ്ഫോമുകളിലൊക്കെ ട്രെയിൻ സർവീസ് യാതൊരു രീതിയിലും ബാധിക്കപ്പെട്ടിട്ടില്ല. ട്രെയിൻ സർവീസ് തുടരുന്നുണ്ട്. പക്ഷെ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ ആ ഒരു ട്രെയിൻ സർവീസ് തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. മണിക്കൂറുകളോളം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും മറ്റ് ട്രെയിൻ സർവീസുകളെയൊന്നും ഈ ഒരു അപകടം ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഇപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് യാത്രക്കാരെ ഒന്നും കടത്തിവിടുന്നില്ല എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. അവിടത്തേക്ക് പോകുന്ന യാത്രക്കാരെ എല്ലാം മാറ്റി വിടുന്നുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. യാത്രക്കാരെ ഒന്നും കടത്തിവിടുന്നില്ല. എന്തായാലും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമം. ഇനി എപ്പോഴും ഉയർത്താനാകും, ഇനി എന്തെങ്കിലും അത്യാധുനിക യന്ത്രങ്ങളൊക്കെ എത്തിക്കേണ്ടി വരുന്ന സാഹചര്യമാണോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുന്നുണ്ട്. എന്തായാലും നിലവില് ഈ ഒരു പരിശ്രമം അത് 2ാം മണിക്കൂറിലേക്ക് കടന്നിരിക്കുന്നു ഈ പരിശ്രമം എന്നതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും വളരെ ആശ്വാസകരം. വലിയ അപകടം ഒന്നും ഉണ്ടാകാതെ ഒരു അപകടം ഒഴിവായി പോയി എന്നത്, അതായത് ആളപായം അല്ലെങ്കിൽ ജനങ്ങൾക്ക് പോർലേൽക്കുക അങ്ങനത്തെ ഈ രീതിയിലേക്ക് അപകടം വഴിമാറിയില്ല എന്നത്. എന്തായാലും നമ്മൾ ആ കണ്ടതുപോലെ പൈലിംഗ് മെഷീൻ വലിയൊരു കൂറ്റൻ പൈലിംഗ് മെഷീനാണ്. നല്ല നീളവും കട്ടിയും ഒക്കെയുള്ള വലിയൊരു കൂറ്റൻ പൈലിംഗ് മെഷീനാണ് മറിഞ്ഞു വീണിരിക്കുന്നത്. എന്തായാലും അത് ഉയർത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്.